കണ്ണൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന പ്രഖ്യാപനം LDF നടത്തിക്കഴിഞ്ഞു. കണ്ണൂർ ഏത് തലത്തിൽ മാറണം എന്നതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് LDF ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ LDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ LDF അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരും എന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വീഡിയോ സഹിതം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ലഭിച്ചാൽ 5 വർഷം കൊണ്ട് ഈ പറഞ്ഞതൊക്കെ നടപ്പാക്കും എന്ന് LDF പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണം ലഭിക്കാൻ നിലവിൽ UDFൻ്റെ കൈവശമുള്ള സീറ്റുകളും പിടിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി LDF പ്രവർത്തകർ പ്രവർത്തന മേഖലയിലേക്ക് കടന്ന ഒരു ഡിവിഷനാണ് തളാപ്പ്. സരിത ധീരജാണ് LDFന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. KV സുമേഷ് MLAയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഓരോ വീടുകളിലും കയറി വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥിയും MLAയും LDFൻ്റെ പ്രവർത്തകരുമൊക്കെ. KV സുമേഷ് തന്നെ ആദ്യം നമ്മളോടൊപ്പം ചേരുകയാണ്. വീടുകളിലൊക്കെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ KV സുമേഷിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ സ്വന്തം MLA, ജനകീയ MLA, ആ ഒരു കാര്യം അതേ രീതിയിൽ തന്നെ നമ്മുടെ LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും അവർ പറയുന്നുണ്ടോ? വോട്ട് ഉറപ്പിച്ച് നൽകും എന്നവർ ഉറപ്പിച്ച് പറയുകയാണോ? തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ കയറുമ്പോൾ ആളുകൾക്ക് നല്ലതുപോലെ അഭിപ്രായമുണ്ട്. എന്നുവെച്ചാൽ ഒരു വലിയ മാറ്റം വേണം. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനൊത്ത് ഉയരുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. നഗരത്തിൽ വലിയ ആധുനികവൽക്കരണം അനിവാര്യമാണ്. നമ്മുടെ നേരത്തെ തന്നെ നമ്മൾ നടത്തിയ പ്രസൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിനോട് ജനങ്ങൾ വലിയ നിലയിൽ സഹകരിക്കുന്നു. തളാപ്പ് ഡിവിഷൻ ഉൾപ്പെടെ അത്ഭുതകരമായൊരു വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് വീടുകൾ കയറുമ്പോൾ മനസ്സിലാകുന്നത്. വളരെ അനുകൂലമായ പ്രതികരണമാണ്. ആരും ഒരു എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഒരു മാറ്റം അനിവാര്യമാണ്. ഈ നഗരം ഇങ്ങനെ പോരാ, കുറച്ചുകൂടി ആധുനികവൽക്കരണത്തിലേക്ക് നഗരം പോകണം എന്ന ശക്തമായ അഭിപ്രായം ജനങ്ങളിൽ ഉണ്ട്. ഈ നമ്മൾ അവതരിപ്പിച്ച ഈ പ്രസൻറ്റേഷനൊക്കെ കാണുമ്പോൾ അത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമൊക്കെ ആളുകളിൽ ഉയരാം. പക്ഷേ ഉറപ്പിച്ച് CPM ജില്ലാ സെക്രട്ടറി ഇന്ന് ഇത് പറഞ്ഞു. ഇതിൻ്റെ ഫണ്ടൊക്കെ കണ്ടെത്താനുള്ള വഴികളും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് നടപ്പാക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ആ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ തളാപ്പിലും മാറ്റം ഉണ്ടാകാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണോ? തീർച്ചയായിട്ടും ജനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് ലഭ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നഗര കേന്ദ്രങ്ങളിൽ ഉണ്ടാവണമെന്നാണ്. കണ്ണൂർ നഗരം അങ്ങനെ വലിയ മാറ്റത്തിന് വിധേയമാകേണ്ട ഒരു നഗരമായിട്ടാണ് ഞങ്ങൾ LDF കാണുന്നത്. അതാണ് സഖാവ് KK രാഗേഷ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾക്ക് കൃത്യമായ വിഷനുണ്ട്, കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായും ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നടപ്പിലാക്കാൻ ആവശ്യമായ ഫണ്ട് ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. കണ്ടെത്തി എന്താണോ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ഈ അധികാരം ഏൽപ്പിച്ചാൽ ആ അർത്ഥത്തിലേക്ക് കണ്ണൂർ നഗരത്തെ ഒരു ആധുനിക പട്ടണമാക്കി ഞങ്ങൾ മാറ്റും. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആളുകളോട് പറയുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ ഈ ഒരു ഡിവിഷൻ, അഴീക്കോടിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ MLA നടപ്പാക്കിയ അല്ലെങ്കിൽ MLAയോടുള്ള ഒരു സ്നേഹം അതുകൂടി അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ ശരിക്കും? ആളുകളൊന്നും അങ്ങനെ നല്ല സ്വീകാര്യതയാണ്, പൊതുവെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നല്ലതുപോലെ സഹകരിക്കും എന്ന വിശ്വാസമാണുള്ളത്. കഴിഞ്ഞ 2 തവണയും UDF ആണ് വിജയിച്ചത്. അപ്പോൾ കോർപ്പറേഷൻ പിടിക്കാൻ കൂടുതൽ സീറ്റുകൾ വേണം. അതിലൊന്ന് തളാപ്പായിരിക്കുമെന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തളാപ്പിൽ ഇതുവരെ കാണാത്ത നിലയിലുള്ള ഒരു പ്രവർത്തനവും പിന്തുണയും, അതോടൊപ്പം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയും. ഇപ്പോൾ കയറിയ വീടുകളിലെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ്. തീർച്ചയായിട്ടും തളാപ്പ് ഉൾപ്പെടെ ജയിക്കുന്ന തളാപ്പ് ആയാലും താളിക്കാവായാലും നമ്മുടെ ഈ കോർപ്പറേഷൻ പരിധിയിൽ ഒട്ടേറെ ഡിവിഷനുകളിൽ അത്ഭുതകരമായ വിജയം നേടി നല്ല മെജോറിറ്റിയോടുകൂടി LDF ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ജയിക്കും എന്നാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഉറപ്പാണ് കോർപ്പറേഷൻ. സ്ഥാനാർത്ഥി സരിത ധീരജ് കൂടി നമ്മളോടൊപ്പം വോട്ടർമാരോടൊക്കെ പോകുമ്പോൾ എന്താണ് അവരുടെ ഒരു പ്രതികരണം? ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണോ അവരുടെ പ്രതികരണങ്ങൾ? അതെ, നല്ലവിധ വികസനം കൊണ്ടുവരണം എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അത് കൊണ്ടുവരും എന്ന വിശ്വാസം ഉണ്ട്. അതിനുള്ള എല്ലാ പ്രവർത്തനവും നടത്തി വരുന്നുണ്ട്. ഇവിടുത്തെ വോട്ടർമാരെയൊക്കെ നേരിട്ട് അറിയുന്നതാണോ? അറിയുന്നതാണ്. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്നതാണ്.
എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. മാറ്റമുണ്ടാവും. UDFന്റെ അവരുടെ ഒരു ഉറച്ച സീറ്റ് എന്നുള്ള രീതിയിലാണ് അവർ വിലയിരുത്തുന്നത്. ഒരു അട്ടിമറി ഉറപ്പാണ്. ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതിന് വലിയ ഒരു ഉദാഹരണമാണ്. ചെറിയ വോട്ടിനാണ് നമുക്ക് പോയത്. അത് ഇപ്രാവശ്യം പിടിച്ചെടുക്കും എന്ന വിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണയും ഭൂരിപക്ഷം വലിയ രീതിയിൽ UDFന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു അല്ലേ? ഇപ്പോഴത്തെ ഈ പുനർവിഭജനം ഒക്കെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ? കൂടുതലും നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പം വന്ന വാർഡ്. അന്നേരം അതിൽ ഉറച്ച വിശ്വാസമുണ്ട്. ജയിക്കും ഉറപ്പാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും എങ്ങനെയാണ് പറയുന്നത്? ഈ അമ്മമാരുടെ വോട്ടൊക്കെ ആണല്ലോ, സ്ത്രീകളുടെ വോട്ടൊക്കെ ആണല്ലോ. ജയിക്കും. എന്താ പറയുന്നത്? എന്താ നമുക്ക് ചെയ്യാന്നുള്ള അഭിപ്രായത്തിലാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് ധീരജും ഉണ്ട്. ധീരജ്, ഏതായാലും ഡ്രൈവിംഗ് സീറ്റിൽ താങ്കൾ തന്നെ ആയിരിക്കുമല്ലോ. എന്താണ് പറയുന്നത് ആളുകളൊക്കെ? ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് തളാപ്പിൽ. ആ മാറ്റം കഴിഞ്ഞ തവണ തന്നെ കണ്ടതാണ്. ഭൂരിപക്ഷം 156 എത്തിയിന്. പണ്ട് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലമാണ്. പക്ഷെ അന്നത്തെ മാതിരിയല്ല, ഇന്ന് ജനങ്ങൾ പുനർചിന്തനം നടത്തുന്നുണ്ട്. 45 കൊല്ലത്തിന് ശേഷം ഒരു മാറ്റം ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം തന്നെ ഒരു ബൂത്തിൽ ലീഡ് ചെയ്തത് നമ്മളാണ്. അത് ഇപ്രാവശ്യം 2 ബൂത്തിൽ ലീഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു വിജയം തന്നെ നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 156 വോട്ടേ മറിക്കണ്ടു. അത്രയും മറിക്കണ്ടു. ഒരു ബാലികേറ മലയൊന്നുമല്ല. തളാപ്പ് ബാലികേറ മല. കുഞ്ഞാലിക്കുട്ടീനെ പരാജയപ്പെടുത്തെങ്കിൽ തളാപ്പ് ബാലികേറ മലയൊന്നുമല്ല. ഈസിയായി കൈയ്യുന്നതിന് പറ്റും. വലിയ ആത്മവിശ്വാസം ജനങ്ങൾ പിന്തുണ അങ്ങനത്തോളുണ്ട്. പ്രചാരണ രീതിയിൽ ഇന്നും നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ വോട്ടർമാരെയും കണ്ടു, നേരിട്ട് കണ്ടു. എല്ലാ വോട്ടർമാരെയും ഒരു റൗണ്ട് കയറി കണ്ട് 3 റൗണ്ട് പൂർത്തി. സിപ്പ് പ്രചരണം 3-ാം റൗണ്ട് വരെ പൂർത്തിയാക്കിയിരിക്കുന്നു. MLA കൂടി ഇറങ്ങിയതോടുകൂടി ആത്മവിശ്വാസം കൂടുന്നുണ്ട്. MLA ജനകീയ പിന്തുണ സ്ഥാനാർത്ഥിക്ക് വോട്ടായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ്. നമുക്കറിയാം KV സുമേഷിനെ കേരളത്തിലെ തന്നെ ഏറ്റവും ജനകീയമായ ഒരു MLA എന്നുള്ള ഒരു പേരെടുത്താൽ അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് തന്നെയാണ് KV സുമേഷ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആർക്കും ഒരു വിളിപ്പുറത്ത് ഉള്ള MLA. അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രവർത്തനം അവർ MLA-ക്കൊപ്പം ചേർന്നുകൊണ്ട് LDF പ്രവർത്തകർ നടത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തളാപ്പ് തൂക്കും. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം അട്ടിമറിക്കും. ഇവിടെ ചരിത്രം സൃഷ്ടിക്കും. 5-ാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറിയ വോട്ടിനാണ് അവർ വേറെ പ്രചരണം ഇറക്കിയിട്ട് വോട്ട് മാറുന്നതാണ്. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും. അതിനുള്ള പ്രയത്നം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ LDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ഈ നാട്ടിൽ തന്നെയുള്ള, ഈ ഡിവിഷനിൽ തന്നെയുള്ള അവരുടെ സ്വന്തം നാട്ടുകാരി സരിത ധീരജ് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു മാറ്റം വേണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം ഈ ആളുകളൊക്കെ തന്നെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുകൂടി ആത്മവിശ്വാസത്തോടുകൂടി LDF പ്രവർത്തകർ പറയുകയാണ്. തളാപ്പ് ഡിവിഷൻ ഇത്തവണ LDF പിടിച്ചെടുത്തിരിക്കും എന്നാണ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ KV സുമേഷ് MLA-യും അവരോടൊപ്പമുള്ള LDF പ്രവർത്തകരും ഒക്കെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്. തളാപ്പിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.